ഹായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ കോതമംഗലം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല പേരൻസും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുട്ടി ഭയങ്കര വികൃതിയാണ് അല്ലെങ്കിൽ ഭയങ്കര കുസൃതിയാണ്, അവനൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവന് ഭയങ്കര ഓട്ടമാണ്, അങ്ങനെ അവനെ കൊണ്ട് ഞാൻ മടുത്തു എന്നല്ല. ഇതിനെല്ലാം റീസൺസ് എന്താണ് എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളെ മൂന്നായിട്ടാണ്, ഇവർക്കുടെ സ്വഭാവത്തെ മൂന്ന് രീതിയിലാണ് പോകുന്നത്. അതായത് ബിഹേവിയർ, അതായത് അവർക്കുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ വൈജ്ഞാനികത ഏത് തലത്തിലായിരിക്കും, മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും, ഈ ഒരു സ്വഭാവ വിശേഷണങ്ങളുള്ള കുട്ടികളാണോ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, എന്നിട്ടൊന്ന് കമൻ്റ് ഇടുക. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള കുട്ടികളെ നമ്മൾ ഏത് ഗണത്തിൽ പെടുന്നു എന്നും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു തലത്തിലുള്ള കുട്ടികളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് ആക്രമണാത്മകത കൂടുതലുള്ള കുട്ടികളായിരിക്കും, അതുപോലെ തന്നെ ആവേശം കൂടുതലായിരിക്കും, എന്തൊരു കാര്യത്തിൻ്റെയും വരും പോരായ്കൾ അറിയാതെ പെട്ടെന്ന് എല്ലാ കാര്യത്തിനും അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലായിരിക്കും, പക്ഷേ അവർ അതിന് മുമ്പേ തന്നെ ആൻസർ പറയുന്നു, അവർക്കുടെ ടേൺ അനുസരിച്ച് അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ ചഞ്ചലത, ഹൈപ്പർ ആക്ടിവിറ്റി, ആവേശഭരിതത, ക്ഷോഭം, നിയന്ത്രണമില്ലായ്മ, അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചെയ്ത് തന്നെ പിന്നെയും ചെയ്യുന്നു അല്ലെങ്കിൽ ആവർത്തിക്കുന്നു. ഇതെല്ലാമാണ് അവർക്കുടെ പെരുമാറ്റത്തിൽ കാണാവുന്നത്. ഈ വൈജ്ഞാനികത, അതായത് അവർക്കുടെ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, തിങ്കിങ് ആൻഡ് റീസണിങ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അസാന്നിധ്യം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട്, അവർക്ക് ഒരു കാര്യത്തിലായാലും ഒരു 2 മിനിറ്റ് അതിൽ കൂടുതലൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. മറവി, ശ്രദ്ധിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, കുറഞ്ഞ ശ്രദ്ധാ കാലയളവ്. മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും, അവർക്ക് പെട്ടെന്ന് കോപം വരും, ഭയങ്കര ഉത്കണ്ഠാകുലരായിരിക്കും. പിന്നെ വിരസത, ലേസിനെസ് ആയിരിക്കും അവർക്ക് എപ്പോഴും. പിന്നെ ഇവർക്ക് മാനസികമായിട്ട് വരുവാണെങ്കിൽ അവർക്ക് വരുന്ന പഠന വൈകല്യങ്ങൾ വരാൻ കാരണമുണ്ട്. അതായത് അവർക്ക് വിഷാദം വന്നു കഴിഞ്ഞാൽ ഈ പഠന വൈകല്യങ്ങളൊക്കെ വരാനുള്ള കാരണമുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറീസാണ് ഇവർക്കുടെ പെരുമാറ്റത്തിൽ കാണുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ADHD ഗണത്തിൽപ്പെടുന്നത്. ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിഷ്യൻ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഈ ഒരു ഡിസോർഡറുള്ള കുട്ടികളെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് കേൾക്കാവുന്നതാണ്. അപ്പം ഈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ സ്വഭാവ വിശേഷണങ്ങൾ ഇങ്ങനെയാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന, അതായത് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ടീച്ചേഴ്സൊക്കെ പല കുട്ടികളുടെ അമ്മമാരോട് പറഞ്ഞിട്ടുണ്ടാവും, പോലും അടങ്ങിയിരിക്കില്ല, ഇപ്പോൾ സീറ്റിലിരുത്തിയാൽ പിന്നെ കാണത്തില്ല അവനെ, അങ്ങനെയുള്ള കുറേ കംപ്ലൈൻറ്റുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ എപ്പോഴും കൈയും കാലുകളും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെല്ലാം ADHD ഗണത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.